നോർമലി ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് കാണുന്നത് പ്ലാസ്റ്റിക് ആണല്ലോ. പക്ഷെ എന്റെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒന്നുമല്ല. പ്ലാസ്റ്റിക്കിനെയൊക്കെ കടത്തി വെട്ടി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതേപോലത്തുള്ള കാർഡ്ബോർഡ്സുകളാണ്. കാരണം വേറെ ഒന്നുമല്ല, കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ഓൺലൈൻ വഴിയാണ്. അതോ ഓൺലൈനിൽ ഒരു കുഞ്ഞു സാധനം വാങ്ങിയാൽ പോലും അത് വലിയൊരു പെട്ടിയിലായിരിക്കും വരുന്നത്. കിട്ടുന്ന പെട്ടികളാണെങ്കിലോ ഇങ്ങനെ അങ്ങ് കൂട്ടി വെക്കും. എന്തിനാ? പിന്നീട് ക്രാഫ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് എടുത്തു വെക്കുന്നതാണ്. അങ്ങനെ എടുത്തു വെച്ച് ഇപ്പൊ വീട് മൊത്തം പെട്ടികൾ കൊണ്ട് നിറഞ്ഞേക്കുവാണ്. എനിക്കാണ് ഈ കാർഡ്ബോർഡ് വെട്ടിക്കൂട്ടി ക്രാഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല മടിയാണ്. പക്ഷെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ആലോചിക്കുവാണെങ്കിൽ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അതും വൃത്തിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് അടിപൊളി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ തന്നെ ഐറ്റംസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പതേ ഈ കാണുന്ന സീഷെയിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറും കാർഡ്ബോർഡും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പശയും പെയിന്റും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ പേഴ്സും കൂടെ കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? കണ്ടു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ച പോലെ തന്നെ ഇല്ലേ? ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ.